സുഡാനിലെ നോർത്ത് ഡാർഫർ മാർക്കറ്റിൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതായി അറിഞ്ഞിരിക്കുന്നത്. വടക്കൻ ഡാർഫയിലെ ഒരു മാർക്കറ്റിൽ സുഡാനീസ് സായുധ സേന ഇന്നലെ രാത്രി നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടതും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോകളിലും വീഡിയോകളിലും ഡസൻ കണക്കിന് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളും നിലത്തുനിന്ന് പുക ഇപ്പോഴും ഉയർന്നതായി കാണാൻ സാധിക്കും. ഇത് എല്ലാവരുടെയും ഉള്ളിലയിപ്പിക്കുന്നതാണ്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പായ സെന്റർ ഫോർ ഇൻഫർമേഷൻ റെസിലൻസ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ അൽ ഫാഷറിന് ഏകദേശം 40 കിലോമീറ്റർ വടക്ക് ടോറ ഗ്രാമത്തിലേക്ക് സ്ഥലം കണ്ടെത്തിയതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവത്തിന്റെ സ്ഥലവും തീയതിയും ഗ്രാമത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ഒരു പുതിയ പൊള്ളലേറ്റ പാട് കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതും വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായി മാറി. 2024 ഒക്ടോബറിന് ശേഷം ഡാർഫറിൽ നടത്തിയ ഏറ്റവും ഉയർന്ന മരണസംഖ്യകൾ ഒന്നാണിതെന്നും സംഘം വ്യക്തമാക്കി. ഡാർഫറിലെ ഒരു അഭിഭാഷക ഗ്രൂപ്പായ അഭയാർത്ഥികൾക്കും കുടിയിറക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള ഏകോപന സമിതി നൽകിയ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും പട്ടികയിൽ 84 പേർ ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം 26 പേർ മരിച്ചതായും പട്ടികപ്പെടുത്തി. മൃതദേഹങ്ങൾ എല്ലായിടത്തും ഉണ്ട് എന്നും മരണസംഖ്യ ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നതായും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഹായ പ്രവർത്തകർ പ്രചരണ ഗ്രൂപ്പായ ആവാസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധങ്ങൾ വീണ്ടും മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇത്തരത്തിൽ യുദ്ധങ്ങൾ വീണ്ടും വളർന്നു വരികയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതിന്റെ ചോദ്യം ഇല്ലാത്ത ഉത്തരമായി മാറും. ഈ ഒരു യുദ്ധങ്ങൾ ഇനിയും വർദ്ധിച്ചു വന്നാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുമെന്നുള്ളത് തീർച്ചയാണ്. രാജ്യങ്ങൾ തമ്മിൽ ഇനിയും സമാധാനപരമായി മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ യുദ്ധങ്ങളെല്ലാം അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.